ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണിപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം? അത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. നമുക്ക് ടാരോ കാർഡ്സ് വഴി എന്താണിപ്പോൾ നിങ്ങളോട് പ്രപഞ്ചം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ സ്പിരിറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ ഫോർ ദിസ് റീഡിംഗ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. സോ നമുക്ക് കാർഡ്സ് നോക്കാം. യെസ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് സോർഡ്സ് ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ പുറമേ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കലുഷിതമായിരിക്കും നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് കാമാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരിക്കുള്ള ട്രൂ ഫീലിങ്സ് ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ള ആ ഒരു ഫീലിങ്സ് ഒന്നും തന്നെ ചിലപ്പോൾ നിങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലിങ്സ് ഒന്നും നിങ്ങളുടെ ഒറിജിനൽ അല്ല, പക്ഷേ നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾക്ക് അത്രയും മെച്യൂരിറ്റിയോടുകൂടി നിന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സമയമായിരിക്കും. അതായത് ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നുണ്ടായിരിക്കും. നിങ്ങൾ കുറേയും കൂടി കോൺഫിഡൻറ്റ് ആവാൻ, അട്രാക്റ്റീവ് ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. കാരണം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാം. ഓക്കെ, ഞാൻ ഒന്നിൻ്റെയും പുറകെ പോവേണ്ടതില്ല, അല്ലെങ്കിൽ എന്നെ ആളുകൾ തേടി വരുന്നൊരു സമയം ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് മാറിയേക്കാം. സോ അതായിരിക്കും ശരിക്കും നിങ്ങളുടെ നീഷ് എന്ന് പറയുന്നത്. അതിൽ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സലൻസ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതുവരേക്കും നിങ്ങളെല്ലാവരെയും പിറകെ നടന്ന ഒരു ജോലിയുടെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതല്ല, എൻ്റെ എനർജി ഇതല്ല, ഞാൻ എൻ്റെ എനർജിക്ക് അനുസരിച്ച് നിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോൾ ആ പല സ്ഥലത്തു നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇറങ്ങിപ്പോക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പതിയെയാണ് മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരേക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് മറന്നേക്ക് പുറത്ത് വരാനായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴത്തെ എനർജിയിൽ മുന്നോട്ട് പോവുക, വെയിറ്റ് ചെയ്യുക.